ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവരും കാത്തിരുന്നത് പോലെ ഫൈനലി ഐസറിന്റെ 2025 കൗൺസിലിംഗ് റൗണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കൗൺസിലിംഗ് റൗണ്ട്സിൽ നടന്ന ഫൈനൽ ക്ലോസിംഗ് റാങ്ക് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരുപാട് റാങ്കിന്റെ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ 2024-ലും 2023-ലും വെച്ച് ഈ വർഷത്തെ കൗൺസിലിംഗ് റൗണ്ട്സിന്റെ ക്ലോസിംഗ് റാങ്കിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യും കൂടെ ചെയ്യും. സോ ഓവറോൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് റാങ്ക് 2025 റൗണ്ട് 1ന്റെ ക്ലോസിംഗ് റാങ്ക് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അൺറിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ലാസ്റ്റ് ഐസർ ബർഹംപൂരിൽ പോയത്, അതായത് ജനറൽ OBC അതിൽ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആളുകൾ ലാസ്റ്റ് റാങ്ക് ഈ വർഷം പോയത് 3299 ഐസർ ബർഹംപൂരിൽ. ഇനി ഭോപ്പാലിൽ നോക്കുകയാണെങ്കിൽ 2015 കൊൽക്കത്ത 935 ആൻഡ് മൊഹാലി 1778, പൂനെ 355, ട്രിവാൻഡ്രം 2381, തിരുപ്പതി 2990. പിന്നെ പുതിയ ബിടെക് കോഴ്സ് ആദ്യമായി ഐസറിൽ വന്നിരിക്കുകയാണ്. ഐസറിലെ ഭോപ്പാലിലെ ബിടെക് പ്രോഗ്രാമിലേക്ക് പോയ ലാസ്റ്റ് ഓൾ ഇന്ത്യ റാങ്ക് എന്ന് പറയുന്നത് 934. ആൻഡ് ഇക്കണോമിക് സയൻസ് ഭോപ്പാലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷങ്ങൾക്ക് മുന്നേ. ആ ഒരു കോഴ്സിന് 1636 ഈ തവണ റാങ്ക് പോയത്. ആൻഡ് ഐസർ കൊൽക്കത്തയിൽ ആദ്യമായിട്ട് ഈ വർഷം കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റ സയൻസ് എന്നൊരു കോഴ്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 498 റാങ്ക് വരെയാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി ഈ വർഷം പോയത്. ഇനി ഐസർ തിരുപ്പതിയിലും അതുപോലെ തന്നെ പുതിയൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതിൽ വന്നത് 2324 റാങ്ക് വരെയാണ് ഈ വർഷം പോയത്. അപ്പൊ എല്ലാ കാറ്റഗറി വൈസ് ആയിട്ടുള്ളയും ഈ ഒരു ലിസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. iceradmission.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഈ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ നിന്നാണ് ഞാൻ ഈ ഡാറ്റ എടുത്തത്. ഇനി കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്ന ഒരു ഡാറ്റ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ 2023, 2024 വർഷങ്ങളിൽ എന്ത് ചേഞ്ച് ആണ് വന്നത് എന്നുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാൻ സാധിക്കും. സോ ഞാൻ ഇവിടെ എടുക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്പിറൻസ് ഉള്ള, അതായത് നിങ്ങൾ പോവാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ആയിട്ടുള്ള ഐസറിലെ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് വന്ന കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഡാറ്റയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ നോക്ക്, 2025 ഐസർ ബർഹംപൂരിലെ ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ആളുകൾ, അതായത് ഞാൻ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 7 ഐസറിലുള്ള BSMS പ്രോഗ്രാം, ഓരോ കാറ്റഗറി വൈസ് ജനറൽ, OBC, NCL, SC, ഈ ഒരു കാറ്റഗറിയിൽ എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം 2025, ഈ വർഷം 2025 3299 വരെയാണ് പോയത്. പക്ഷെ 2024 ജനറൽ കാറ്റഗറിയിൽ ഫസ്റ്റ് റൗണ്ടിൽ ഏത് വരെയാ പോയത്? 1990 വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എത്രത്തോളം വലിയ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയാ, നമ്മൾ ഒരു ഇരട്ടി ഷിഫ്റ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെ? അതേപോലെ അതിന്റെയും മുന്നത്തെ വർഷം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ പോയ റാങ്ക് എന്ന് പറയുന്നത് 1405 ആയിരുന്നു. അപ്പൊ വലിയൊരു ഷിഫ്റ്റ് ഐസർ ബർഹംപൂരിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഐസർ ഭോപ്പാലിന്റെ കാര്യത്തിൽ ജനറൽ കാറ്റഗറി നോക്കാം. 2015 വരെയാണ് ഈ വർഷം പോയത്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് റൗണ്ടില് 1318, അതിന്റെ മുന്നേ ആണെങ്കിലോ 1023 ആണ്. അപ്പൊ എന്തൊരു വലിയ ജമ്പാണ് ഇവിടെ നടന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഐസർ കൊൽക്കത്തയുടെ കാറ്റഗറി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 935 ഈ വർഷം പോയത്. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ 641 ആയിരുന്നു. അതിന്റെയും മുന്നത്തെ വർഷം 403 ആയിരുന്നു. ഇനി മൊഹാലി നോക്കുകയാണെങ്കിൽ ഈ വർഷം 1778, കഴിഞ്ഞ വർഷമാണെങ്കിൽ 1138, അതിന്റെയും മുന്നത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ 706. അപ്പൊ വലിയ ജമ്പാണ് ഓരോ വർഷവും ഉണ്ടാവുന്നത് എന്ന് നമുക്കിവിടെ പോസിറ്റീവ്ലി വിലയിരുത്താൻ പറ്റും. ശരിയല്ലേ? ഇനി അതുപോലെ തന്നെ പൂനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൂനെ
ഐസർ പൂനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസർ പൂനെയിൽ 355 ജനറൽ കാറ്റഗറിയിൽ ഈ വർഷം റൗണ്ട് 1 പോയത്. ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 259 ആയിരുന്നു. ആൻഡ് അതിന്റെയും മുന്നത്തെ വർഷമാണെങ്കിൽ 175. ഇനി ട്രിവാൻഡ്രം നമ്മൾ നോക്കാം. ട്രിവാൻഡ്രം ഈ വർഷം 2381 പോയത്. കഴിഞ്ഞ വർഷം 1538 ആയിരുന്നു പോയത്. അതിന്റെയും മുന്നത്തെ വർഷം ആദ്യത്തെ റൗണ്ടിൽ 1062 റാങ്ക് വരെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെയും വലിയൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. തിരുപ്പതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2990 ഈ വർഷം ഫസ്റ്റ് റൗണ്ടിൽ ലാസ്റ്റ് പോയ റാങ്ക്. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ 1881 ആയിരുന്നു. അതിന്റെയും മുന്നേ ഉള്ള വർഷമായിരുന്നെങ്കിൽ 1240 ആയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ജനറൽ കാറ്റഗറിയുടെ ഒരു കാര്യം നമുക്ക് മാറ്റി വെക്കാം. ഇനി OBC NCL കാറ്റഗറിയിൽ വന്ന ആളുകളുടെ റാങ്കിലുള്ള ഒരു ഡാറ്റ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഐസർ ബർഹംപൂരിൽ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റ് ഈ വർഷം 2080 റാങ്ക് വരെയാണ് പോയത്. കഴിഞ്ഞ വർഷം 1209 ആയിരുന്നു. വലിയൊരു ഷിഫ്റ്റ് ആണ് വന്നത്. അതിന്റെ മുന്നത്തെ വർഷം 821 ആയിരുന്നു. ഇനി ഭോപ്പാലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1325 ഈ വർഷം പോയത്. 933 കഴിഞ്ഞ വർഷം പോയത്. ആൻഡ് 628 അതിന്റെ മുന്നേ ഉള്ള വർഷം 2023 പോയിട്ടുണ്ടായിരുന്നത്. ഇനി കൊൽക്കത്ത നോക്കുകയാണെങ്കിൽ ഈ വർഷം 891, കഴിഞ്ഞ വർഷമാണെങ്കിൽ 534, ആൻഡ് 2023 303 ഫസ്റ്റ് റൗണ്ടിൽ ലാസ്റ്റ് പോയ റാങ്ക് എന്ന് പറയുന്നത്. ഇനി മൊഹാലി നോക്കാം. 1358 വരെ ഈ വർഷം പോയി. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് വെറും 951 ആയിരുന്നു. അതിന്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ 516 ആയിരുന്നു. ഇനി ഐസർ പൂനെ നോക്കുകയാണെങ്കിൽ 404 വരെ ഈ വർഷം പോയിട്ടുണ്ട്. OBC NCL റാങ്ക് 404 വരെ ഈ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ 257 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ അതിന്റെയും മുന്നേ വർഷമാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 157 ആയിരുന്നു റാങ്ക്. ഓക്കെ, ഇനി നമുക്ക് ഐസർ TVM നോക്കാം. ഐസർ TVM ഈ വർഷം പോയത് 1563 വരെ OBC NCL കാറ്റഗറി റാങ്കിലുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അത് 969 മാത്രമായിരുന്നു. ആൻഡ് അതിന്റെ മുന്നേ 577 ആയിരുന്നു. അപ്പൊ വലിയൊരു ഷിഫ്റ്റ്. അപ്പൊ നിങ്ങൾ റാങ്ക് വരുന്ന ദിവസം നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അത്രയൊന്നും ടെൻഷന്റെ കാര്യമല്ല. വലിയ രീതിയിലുള്ള റാങ്കിനാണ് ഈ വർഷം ഒന്നാമത്തെ റൗണ്ട് തന്നെ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുള്ളത്. സോ ഇനിയും ഫർദർ 5, 6, 7 റൗണ്ടുകൾ വരാനുണ്ടായിരിക്കും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഐസർ തിരുപ്പതിയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1887 ഈ വർഷം പോയ OBC NCL കാറ്റഗറിയിലെ ഫസ്റ്റ് റൗണ്ടിൽ പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 1166, അതിന്റെ മുന്നേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ 732. എല്ലാ കാറ്റഗറിയിലും എല്ലാ ഐസറിലും വലിയ ഷിഫ്റ്റ് ആണ് ഓരോ വർഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഭീകരമായിട്ട് സംഭവിക്കുന്നുണ്ട്. യെസ്, ഇനി നമുക്ക് ഫൈനലി ഷെഡ്യൂൾഡ് കാസ്റ്റും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. ഓരോ ഐസറിലും വെച്ചിട്ട് ഇയർ ബൈ ഇയർ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ്. ഐസർ ബർഹംപൂരില് 2025 ഈ വർഷം പോയ ഫസ്റ്റ് റൗണ്ടിൽ പോയിട്ടുള്ള റാങ്ക് എന്ന് പറയുന്നത് 856. കഴിഞ്ഞ വർഷമാണെങ്കിൽ അത് 527 ആയിരുന്നു. അതിന്റെയും മുന്നേ ഉള്ള വർഷമാണെങ്കിൽ 383 ആയിരുന്നു. ഇനി ഭോപ്പാലിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ 555 വരെ ഈ വർഷം പോയി. കഴിഞ്ഞ വർഷം അത് 375 ആയിരുന്നു. 2023 അത് 302 ആയിരുന്നു. അപ്പൊ വലിയൊരു ഷിഫ്റ്റ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇനി കൊൽക്കത്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 292 ഈ വർഷം പോയ അവസാനത്തെ റാങ്ക് ഷെഡ്യൂൾഡ് കാസ്റ്റില്. ആൻഡ് കഴിഞ്ഞ വർഷമായിരുന്നു എന്നുണ്ടെങ്കിൽ 234 ആയിരുന്നു. ആൻഡ് അതിന്റെയും മുന്നേ ഉള്ള 2023 വർഷമായിരുന്നെങ്കിൽ കൊൽക്കത്തയിൽ പോയത് 131 ആയിരുന്നു. ഇനി നമുക്ക് മൊഹാലിയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. 520 വരെയാണ് ഫസ്റ്റ് റൗണ്ടിൽ ഈ വർഷം പോയ ഐസർ മൊഹാലിയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിലെ എടുത്തൊരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് 377 ആയിരുന്നു ഫസ്റ്റ് റാങ്ക്. ഫസ്റ്റത്തെ റൗണ്ടിൽ എടുത്ത ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് 2023 അത് 223 ആയിരുന്നു. ഇനി അതുപോലെ തന്നെ നമുക്ക് പൂനെയിൽ നോക്കുകയാണെങ്കിൽ 167 വരെ ഈ വർഷം എടുത്തിട്ടുണ്ട്.
2024 125 ആൻഡ് 2023 87 ആയിരുന്നു. വലിയ ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാ ഐസറിലും എല്ലാ കാറ്റഗറിയിലും കാണാൻ സാധിക്കും. ഇനി തിരുവനന്തപുരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 665 ഈ വർഷം എടുത്ത ലാസ്റ്റ് റാങ്ക് ഫോർ ദ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് 453 ആയിരുന്നു കഴിഞ്ഞ വർഷം. അതിന്റെ മുന്നേ വർഷം എന്ന് പറയുന്നത് 183 ആയിരുന്നു. ആൻഡ് ഫൈനലി നമുക്ക് ഐസർ തിരുപ്പതിയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കാറ്റഗറി ആയിട്ടുള്ള റാങ്കും കൂടെ നോക്കാം. തിരുപ്പതിയിൽ ഈ വർഷം വന്നത് 812 വരെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 531 വരെ ആയിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ എടുത്തത്. ആൻഡ് 2023 364 വരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷത്തെ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ, അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഈ ഡാറ്റ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡാറ്റ നമ്മൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ബേസിസിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ ഒരു ടേബിൾ സംസാരിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കൗൺസിലിങ്ങിന് ശേഷം റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ റാങ്കിനനുസരിച്ച് വലിയ റാങ്കുകളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് റൗണ്ട് വന്നപ്പോൾ ആ ഉയർന്ന റാങ്കിലും നമുക്കൊരു ഐസറിൽ സീറ്റ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നോ ഇല്ലേ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഓഫർ ലെറ്റർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അടുത്ത പ്രോസസ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനി ഐസറിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു അപ്ഡേറ്റ്സിന് വേണമെങ്കിലും, കൗൺസിലിംഗ് പ്രോസസ്സ് ആയിക്കോട്ടെ, അഡ്മിഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടും നിങ്ങൾ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ഐസർ ആസ്പിറൻസും ഇപ്പോ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും അടങ്ങുന്ന വലിയൊരു മലയാളി കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ലിങ്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയായിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. സോ ഇനി അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വീണ്ടും വീഡിയോയിലൂടെ വരുന്നതാണ്. പുതിയ അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.